ഹലോ, അസ്സലാം വലൈക്കും. ഗുഡ് മോർണിംഗ്. ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാവിലത്തെ കാലി ചായ കുടിക്കുകയാണ്. എനിക്ക് പഞ്ചസാര വേണ്ട, കാക്ക മാത്രം മതി. മരിച്ചീനി ഒന്ന് പതപ്പിച്ചിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. ചിക്കൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 ഏലക്കയും പട്ടയും ഗ്രാമ്പും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ഒരു 4 വല്യുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് 4 തക്കാളി ഇട്ടിട്ടുണ്ട്. നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇറച്ചി മസാലപ്പൊടി തീർന്നു പോയി, അതുകൊണ്ടാണ്. ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മസാലകളെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഉപ്പ് ഇടുക, അല്പം വെള്ളം ഒഴിച്ച് വെക്കുക. അതിലേക്ക് ഒന്ന് പതിപ്പിച്ച് ഊറ്റി വെച്ച മരച്ചീനി ഇട്ട് കൊടുക്കുക. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതും പുട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ടത്. കൈക്കൊരു പ്ലാസ്റ്റർ കാണുന്ന രാവിലെ തന്നെ ഒരു മുറിവ് പറ്റിയതാണ്. മരിച്ചീനി വെട്ടിയപ്പോൾ അത് കൈക്കായിപ്പോയി. ചില ടൈമിന് കുക്കറിനൊരു കളിപ്പിക്കുക. കുക്കർ വേവാൻ വെച്ചു. ഇനി നമുക്ക് ചിക്കൻ മസാല പുരട്ടി വയ്ക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, കോൺഫ്ലവർ 1 സ്പൂണ്, 1 മുട്ട, ഗരം മസാലപ്പൊടി, 1 സ്പൂണ് സോയാ സോസ്, അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഉപ്പും ചേർത്തിട്ടുണ്ടേ. സോസ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണേ. അവിടേക്കൊക്കെ മഴയുണ്ട്. ഇവിടെ നല്ല മഴ കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു, ഇന്ന് മഴയില്ല. മഴയില്ലാതാകുമ്പോഴേക്കും ഭയങ്കര ചൂട്. ചിക്കനിൽ മസാല പുരട്ടി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാൻ വെജിറ്റബിൾ ഗീ റൈസാണ് തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റിയത്. അതിൻ്റെ ഒരു ചിക്കൻ പീസ് മാത്രം മതി കേട്ടോ. ഞാൻ ഉള്ളി ബ്രൗൺ ചെയ്ത് മാറ്റി വെച്ചു. അതിലേക്ക് ഏലക്കായ്, ഗ്രാമ്പു, പട്ട എല്ലാം ഇട്ടു. അരി അളന്ന് വെച്ച് അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു. കൈമ റൈസാണ് എടുക്കുന്നത്. വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുക. അപ്പോൾ നല്ല റൈസായി കിട്ടും. കഴുകി ഊറ്റി വെച്ച കൈമ അരി അതിലേക്കിട്ട് ഇതെല്ലാം ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് സിമ്മിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഇടാം. ഞാൻ കപ്സിക്കും ക്യാരറ്റും മാത്രമാണ് ഇട്ടത്.
എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി സിമ്മിലിട്ടാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് റൈസ് റെഡിയാവും. മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലയും ബ്രൗൺ ചെയ്ത് വെച്ച ഒനിയനും എല്ലാം ഇട്ട് കൊടുത്തു. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു. ഇനി ക്ലീനിങ് ആണ് കേട്ടോ. ഈ മോപ്പ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ വറുക്കാൻ നിൽക്കുകയാണ്. ചിക്കൻ വറുത്തവും പപ്പടവും റെഡിയാക്കി. ഇന്ന് രാവിലെ തൊട്ട് ഒരു ദിവസത്തെ മുഴുവൻ ജോലിയാട്ടോ ചെയ്തത്. രാത്രി വരെയുള്ള ഫുഡും എല്ലാം റെഡിയാക്കി. അത് പപ്പടമാണ്. ചിക്കൻ കറിയും ചോറും പുട്ടും എല്ലാം റെഡിയായി. ചിക്കൻ പൊരിച്ചതും. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.